റിയൽമിയുടെ റിയൽമി V5 എന്ന ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന 5G ഫോൺ ഇതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി V5 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ റിയൽമി V5 വരുന്നത് 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. ഈ ഫോണിൽ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ആയിട്ടൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ലഭിക്കും. പിന്നെ 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ ഒരു പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ ഏകദേശം 90.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ഫോണിൻ്റെ ബാക്ക് കവർ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ റിയൽമി ഫോണുകളിൽ കാണുന്ന ഒരു ഡിസൈൻ അല്ല വരുന്നത്. പുതിയൊരു ഡിസൈൻ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ ഒരു ഗ്രേഡിയൻ കർ ഫിനിഷൊക്കെ വരുന്നുണ്ട്. പിന്നെ റിയൽമി ലോഗോയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ക്യാമറ മോഡ്യൂൾ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 194 ഗ്രാമാണ്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 9.1 mm ആണ്. പിന്നെ ഈ ഫോണിൽ P2I കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 720 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് മീഡിയാടെക്കിൻ്റെ പുതിയ പ്രോസസ്സറാണ്. എടുത്തു പറയേണ്ട കാര്യം, ഈ പ്രോസസ്സറിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം 5G സപ്പോർട്ടുമായിട്ട് വരുന്ന ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോൺ ഇതാണ്. 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ വളരെ നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് മീഡിയാടെക് ഡിമെൻസിറ്റി 720. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 6GB റാം ആണ് വരുന്നത്. 8GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും വരുന്നുണ്ട്. രണ്ട് വെർഷൻസിൽ 128GB ഇൻറ്റേർണലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ LPDDR4Xൻ്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി UI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹൈറസ് ഓഡിയോയും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 48 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.3 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും നാലാമത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും വരുന്നുണ്ട്. ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സൂപ്പർ നൈറ്റ് സീൻ പോലുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വെച്ചിട്ട് നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് UIS വീഡിയോ അതുപോലെ UIS മാക്സ് വീഡിയോ പോലുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.1 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 5000 mAhൻ്റെ ബാറ്ററി വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമ്പനി അവകാശപ്പെടുന്ന കാര്യം, ഈ ഫോൺ നമുക്ക് ഏകദേശം 65 മിനിറ്റ് കൊണ്ട് തന്നെ ഫുള്ളായിട്ട് ചാർജ് ചെയ്യാമെന്നാണ്. Type C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനയിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് ഏകദേശം 16,000 രൂപ മാത്രമാണ്. ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഫോൺ തന്നെയാണ്. പക്ഷേ എന്ന് ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പം കുറച്ചും കൂടി കൂടിയ പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഫോൺ വരിക. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഫോണുകളുടെയൊക്കെ GST കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൈസയുടെ മൂല്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഫോൺ റിയൽമി 7 സീരീസിൽ വരുന്ന ഏതെങ്കിലും ഫോണായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നും റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ടാണ് റിയൽമി V5 വരുന്നത്. അതും വളരെ കുറഞ്ഞ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ. ഇപ്പം ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്ന 5G ഫോൺ ഇതാണ്. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.